ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ കുറെ വീഡിയോസില് ആംസ്റ്റർഡാമിന്റെ ഭംഗിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് റിയാലിറ്റിക്ക് വരാം. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇവിടുത്തെ അടുത്തുള്ള പ്ലസ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന പച്ചക്കറിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം എത്ര കോസ്റ്റ് ഡിഫറൻസ് വരുന്നുണ്ടെന്ന്. ഒന്നൊന്നായി ഞാൻ കാണിക്കാവേ. ഇതുപോലെ തക്കാളി കേട്ടാ, നല്ല അടിപൊളി തക്കാളിയാണ്. കണ്ടില്ലേ നിങ്ങൾ? അതിന്റെ ഞെട്ടൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും തക്കാളി. ഇതിന്റെ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാല് വേണ്ട, അതായത് ഒന്നര, ഇവരുടെ ഒന്നര യൂറോ ആണ്. ഏകദേശം നമ്മുടെ നാട്ടിലെ 150 രൂപ അര കിലോന്. അതായത് ഇപ്പൊ തക്കാളി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു 20 രൂപ, 15 രൂപ, 20 രൂപ ആ റേഞ്ചിൽ വെക്കുന്ന തക്കാളിക്ക് ഇവിടുത്തെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 300 രൂപ ഒരു കിലോന്. അതേപോലെ ഇത് ചെറിയ തക്കാളിയാണ്, തക്കാളിയുടെ ചെറിയ പാക്കറ്റ് കണ്ടിട്ട്. ഈ സാധനത്തിന് നോക്കിക്കഴിഞ്ഞാൽ ഇത് വന്ന് ഏകദേശം 100 രൂപ കാൽ കിലോന്, അതായത് ഏകദേശം 400 രൂപ. ഈ തക്കാളി ഇല്ലേ, ഇതിന് ഏകദേശം 400 രൂപ ഒരു കിലോന്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തക്കാളിക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് തക്കാളി ഉണ്ട് കേട്ടോ. ഇതാണല്ലേ ഈ തക്കാളിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇതിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 300 രൂപ അര കിലോന്. അപ്പൊ ഏകദേശം ഒരു കിലോന് 600 രൂപ കേട്ടോ. ഈ തക്കാളിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അതായത് 500 ഗ്രാമിന് 3.99. ദാറ്റ് മീൻസ് അതായത് ഏകദേശം ഈ ഒരു പാക്കറ്റിന് 500 ഗ്രാമാണിത്, ഇതിന് 400 രൂപ. അപ്പൊ ഒരു കിലോന് 800 രൂപ തക്കാളി. അപ്പൊ യൂറോപ്പിൽ താമസിക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ, നമുക്കിവിടെ എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് ഇവിടെ താമസിക്കാന്ന്. അതുപോലെ ഞാൻ വേറെ കുറച്ച് പച്ചക്കറിയും കുറച്ച് ഐറ്റംസ് ഒക്കെ കാണിക്കും. പക്ഷെ അതേപോലെ വില കുറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ, അതും ഞാൻ കാണിച്ചേക്കാവേ. ഇതാണ്ട, നമ്മുടെ നാട്ടിൽ ഭയങ്കര വില പിടിപ്പുള്ള, അതായത് ആപ്പിള് കണ്ട. ഈ ആപ്പിള് സത്യത്തില് ഒരു കിലോന് ആകെ 169 രൂപയുണ്ട് ഒരു കിലോന് കിട്ടാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അറിയാലോ, ആപ്പിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം അവിടെ എങ്ങനെ നോക്കിയാലും ഒരു 250 രൂപ 300 രൂപ റേഞ്ചിലുള്ള സാധനമാണ്. ഇവിടെ വെറും 169 രൂപയ്ക്ക് ആപ്പിൾ കൊടുക്കും. ചിലപ്പോൾ ഇതിന്റെ അവൈലബിലിറ്റിക്ക് അങ്ങനെ ആയിരിക്കും ഇവിടുത്തെ തോന്നുന്നുണ്ട. അതേപോലെ ഇവിടെ പഴമൊക്കെ നോക്കട്ടെ. ഈ പഴം കണ്ട, ഈ പഴത്തിന്റെ ഒരു ഈ സാധനമല്ലേ, ഈ 4 പീസുള്ള പഴത്തിന് ഇവിടെ 225 രൂപ. അതായത് അവരുടെ 2.5 യൂറോ. നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ ഒരു 225 രൂപ. അതേപോലെ ഇവിടെ വേറെയും പച്ചക്കറി ഐറ്റംസ് ഉണ്ട്. അതുപോലെ ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഓറഞ്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് 2 കിലോന് 400 രൂപയുടെ കാണിക്കുന്നത്, അതായത് ഏകദേശം 200 രൂപ. നമ്മുടെ നാട്ടില് ചില സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ്, ചില സാധനങ്ങൾക്ക് അത്രയും വിലയില്ല. ഇപ്പൊ ബ്രോക്കോളി ഒക്കെ നോക്കി കഴിഞ്ഞാൽ അര കിലോന് അവർ ചാർജ് ചെയ്യുന്നു. പക്ഷെ നല്ല വൃത്തിയുള്ള സാധനം കേട്ടോ, സാധനമൊക്കെ അടിപൊളിയാണ്. മരുന്നടിച്ച പോലെ തോന്നില്ല. നമ്മുടെ നാട്ടിൽ ബ്രോക്കോളി വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് പുഴുണ്ടാവും എന്താന്ന് നമുക്ക് അറിയില്ല. നമ്മൾ കടയിൽ കൊണ്ട് അത് ഒരുമാതിരി വെള്ളത്തിലൊക്കെ ഇട്ട് നമ്മൾ തിളപ്പിച്ചിട്ടൊക്കെ കഴിക്കാൻ പറ്റും. ഇത് അങ്ങനെയല്ല, സാധനം നല്ല ക്ലീൻ ആണ്. ഞാൻ ഓൾറെഡി ഇത് വാങ്ങി കഴിച്ചായിരുന്നു. ക്യാരറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കിലോന് 150 രൂപ. സോ ചില സാധനങ്ങൾക്കൊക്കെ വില കുറവാണ്, ചില സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയായിട്ടാ. ഞാൻ ഇതിന്റെ ബാക്കിയുള്ള സെക്ഷൻസ് കൂടി കാണിക്കാം. ഈ ബെറീസ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ അത്ര കിട്ടാത്ത ബെറീസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതിന്റെ 2.79, 279 രൂപയാണ് അതിന്റെ ആ ചെറിയൊരു ചെറിയൊരു പാക്കറ്റിൽ ഒരു ചാർജ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ഞാൻ സ്ട്രോബെറി ഉണ്ട്. നല്ല ഫ്രഷ് സ്ട്രോബെറിയാണ്, നല്ല അടിപൊളി ഫ്രഷ് സ്ട്രോബെറിയാണ്. വേണ്ട, ഈ ഫ്രഷ് സ്ട്രോബെറി ഇത് ഏകദേശം 400 ഗ്രാമാണ്. ഈ സ്ട്രോബെറി 400 ഗ്രാമാണ്. ഈ 400 ഗ്രാമിന് ഇതിന് 349 രൂപ. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ 50 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെ സ്ട്രോബെറി കിട്ടുമായിരിക്കും. പക്ഷെ ഈ ഫ്രഷ്നെസ്സും ഈ സ്വീറ്റ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ അത് കഴിച്ചു നോക്കിയായിരുന്നു, ഞാൻ റെഗുലർ ആയിട്ട് ഇവിടുന്ന് വാങ്ങുന്നതാണ്. ഈ സാധനം സത്യം പറഞ്ഞാൽ 350 രൂപ അര കിലോന് കൊടുത്താലും ഭയങ്കര 400 ഗ്രാമാണ്, പക്ഷെ ഭയങ്കര വേർത്താണ്. വേറെ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന നാട്ടിൽ വേറെ ഒരു സെക്ഷൻ ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ ചിക്കനാണ്. ഈ ചിക്കന് ഇപ്പൊ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാനുള്ള പക്കയായി വെച്ചേക്കാട്ടോ. ഈ സാധനത്തിന് നോക്കിക്കഴിഞ്ഞാല് അതായത് 700 രൂപയാണ് അര കിലോ ചിക്കന്. 700 രൂപ. അപ്പൊ ഒരു കിലോന് 1400 രൂപ. ചിക്കന്റെ വിലയുടെ. പക്ഷെ ഇത് ബോൺലെസ് ആണ്. ബോണിന്റെ കൂടെ ഇവിടെ ഉണ്ട്.
ബോണിനോട് ചേർന്ന് നോക്കി അത് നോക്കിക്കഴിഞ്ഞാൽ അതും ഏകദേശം 1000 രൂപയാണ് 1 കിലോന് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ചെറിയ പാക്കറ്റ് ഉണ്ട്. ഈ ചെറിയ പാക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആ, 4 രൂപ, ഒരെണ്ണം 4 രൂപ. അതായത് 300 ഗ്രാമിനാണ് 4 രൂപ കേട്ടോ. ആലോചിച്ചൊക്കെ അപ്പോൾ ഒരു 1200 റുപ്യ റേഞ്ചിലൊക്കെയാണ് 1 കിലോ. പിന്നെ ഇവിടെ മസാല പുരട്ടിയതും മസാല പുരട്ടാത്തതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള ചിക്കനും അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എല്ലാം കിലോ നോക്കിക്കഴിഞ്ഞാൽ 1200 രൂപ. നമ്മുടെ നാട്ടിലൊരു മാക്സിമം ഒരു 250 രൂപ റേഞ്ചിലൊക്കെ ഉണ്ട് ചിക്കൻ. നമുക്കിപ്പോൾ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് കിട്ടിയാൽ പോലും ആ ഒരു റേഞ്ചല്ലേ വരുന്നുള്ളൂ. ആ സാധനമാണ് ഇവിടെ നമുക്ക് 1200 രൂപ. അതായത് ഏകദേശം 3 മടങ്ങാണ് ഇവിടുത്തെ പ്രൈസിങ് വരുന്നത്. ഒരു അത്യാവശ്യമായിട്ടുള്ള സാധനം നമ്മൾ ഡെയിലി നാട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആ സാധനത്തിന് ഇവിടെ ഭയങ്കര വില കുറവാണ്. ആ സാധനം ഒന്ന് കാണിക്കാം. എന്താന്ന് നിങ്ങൾ വെച്ച് കഴിഞ്ഞാല് മിൽക്കാണ്. ഇപ്പൊ ഈ സാധനമൊക്കെ അല്ലേ, ഇത് ഏകദേശം 2 ലിറ്റർ മിൽക്കാട്ടോ. ഈ 2 ലിറ്റർ മിൽക്കൊക്കെ നമുക്ക് ഏകദേശം ഇവിടെ 1 രൂപ 49 പൈസ. അതായത് ഇത് അതായത് 1.5 രൂപ 150 രൂപയ്ക്ക് 2 ലിറ്റർ. അപ്പൊ അതായത് 1 ലിറ്ററിന് അപ്പൊ 75 രൂപ റേറ്റിനാണ് ഒരു പാൽ ഇവിടെ വെക്കുന്നത്. നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഒരു 3 മടങ്ങ് 4 മടങ്ങ് വ്യത്യാസമുണ്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ. പക്ഷെ ഈ പാലിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ 50 രൂപ 60 രൂപയ്ക്കൊക്കെ ഉണ്ട് 1 ലിറ്റർ പാല് നമുക്ക് കിട്ടുന്നത്. ആ കാൽക്കുലേഷൻ നോക്കുമ്പോൾ ഇവിടെ 75 രൂപയുണ്ട്. വലിയ വ്യത്യാസമൊന്നും കേട്ടാ. പാല് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കഴിച്ചായിരുന്നു. ഒരു കുഴപ്പമില്ല കേട്ടാ, നല്ല അടിപൊളി പാലാണ്. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ റെഗുലറായിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കാണിക്കാൻ പോവാണ്. ഏകദേശം ഇപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോഴും 2 നേരം 3 നേരമൊക്കെ അത് തന്നെ കഴിക്കുന്നുണ്ട്. അത് ഈസിയാണ്. പിന്നെ അതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. നാട്ടിലത്തെ കിട്ടുന്ന സാധനങ്ങൾക്കും കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട്, ഫൈബറൊക്കെ അടങ്ങിയാണ്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നത്തിങ് ബട്ട് ബ്രെഡിൻ്റെ വെറൈറ്റീസ് ഒന്ന് കാണണേ. ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ ബ്രെഡ് ഉണ്ട് ഇവിടെ. നമ്മൾ ജസ്റ്റ് നമ്മളെ നാട്ടിലത്തെ പോലെ പ്യുവർ വൈറ്റ് ബ്രെഡ് അല്ല. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിനിമൽ പ്രോസസ്സിംഗ് ആണ്. നല്ല ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള ബ്രെഡാണ്. ഞാൻ അതിനെപ്പറ്റി ഒന്ന് റിസർച്ചൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറയുന്നത്. കാരണം ഇവിടെയുള്ള ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ബ്രെഡാണ് കഴിക്കുന്നത്. ബ്രെഡ്, ബട്ടർ, അങ്ങനത്തെ സാധനങ്ങൾ. ഇവിടുത്തെ ഈ ക്ലൈമറ്റിനൊക്കെ അത് മാച്ച് ചെയ്യാനായിരിക്കും തോന്നുന്നു. പിന്നെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മുടെ നാളത്തെ പോലെ ഇപ്പോൾ ഇഡ്ഡലിയും ദോശയും ചട്നിയൊന്നും ഉണ്ടാക്കാൻ ഇവർക്ക് ആർക്കും സമയമില്ല നേരം വിളിച്ചപ്പോൾ. അപ്പോൾ ഒരു ബ്രെഡ് എടുക്കുക, ആ ബ്രെഡിൻ്റെ മേലെ ഒരു ചീസിൻ്റെ ഒരു പീസ് ഇടുക, പിന്നെ മീറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കഴിക്കുന്നത്. ഈ ബ്രെഡിൻ്റെ സെക്ഷൻ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു വലിയ സൂപ്പർ മാർക്കറ്റാണ്. ജസ്റ്റ് ഇവിടുത്തെ കോസ്റ്റ് കറക്ഷൻ കമ്പാരിസൺ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കാണാം. ബൈ.